അതിർത്തി കടന്ന് ഭീകരവാദികളെ തുരത്താൻ 14-ാം തീയതി സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ ഡിഗി 2 പുരോഗമിക്കുന്നു. ഇന്ന് പുലർച്ചെ ഒരു പാക് ഭീകരനെ കൂടി വകവരുത്തിക്കൊണ്ട് സൈന്യത്തിന്റെ ഒരു വലിയ ഓപ്പറേഷൻ തന്നെയാണ് അതിർത്തി ഉറിയിൽ നടക്കുന്നത്. ഉറി സെക്ടറിലാണ് ഈ ഭീകരൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത് നിയന്ത്രണ രേഖ കടന്ന് നിബിഡമായ വനങ്ങളിലേക്ക് എത്തുക എന്നുള്ളൊരു പരമ്പരാഗത രീതിയായിരുന്നു പാകിസ്ഥാൻ. അത് ഇത്തവണയും അത് പതിവ് തെറ്റിക്കാതെ തന്നെ അതേ രീതിയിൽ നീങ്ങിയ ഭീകരരെയാണ് കൊന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബുച്ചറിയിൽ മറ്റൊരു ഭീകരനെ കൂടി കൊലപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇപ്പോഴും ഓപ്പറേഷൻ തുടരുന്നു എന്നാണ് സൈന്യം അറിയിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് അതിർത്തി കടന്ന് ഭീകരർ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ നാളുകളായി അതിർത്തിയിലടക്കം വലിയ രീതിയിലുള്ള സൈനിക സന്നാഹങ്ങളും ജാഗ്രതയോടും കൂടി ഇന്ത്യൻ സൈന്യം നിലയുറപ്പിക്കുകയാണ്. കാരണം ഇപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് മിഡിൽ ഈസ്റ്റിലും മറ്റിടങ്ങളിലും ഒക്കെ തന്നെ. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ സംഘർഷ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഭീകരവാദികളെ കടത്തിവിടാൻ പാകിസ്ഥാൻ ശ്രമിക്കുമെന്നുള്ള ഇന്റലിജൻസ് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടന്നൊരു ഓപ്പറേഷൻ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് രാജ്യത്താകമാനം ഇതിനൊക്കെയുള്ള വിഘടനവാദ സംഘടനകളെയും പ്രവർത്തകരെയും ഒക്കെ NIA അടക്കം റെയ്ഡ് ചെയ്യുകയും അറസ്റ്റ് ചെയ്യുന്ന വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ അംബാലയിൽ നിന്ന് 3 പേരെ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ പിടികൂടിയിരുന്നു. ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട ഭീകരന്റെ കയ്യിൽ നിന്ന് ആയുധങ്ങളും AK-47 തോക്ക് ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.